പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമാക്കി ഇസ്രയേലിനെ ആക്രമിച്ച ഇറാൻ. ഇസ്രയേൽ ആക്രമണത്തിന് തിരിച്ചടിയായിട്ടാണ് ആക്രമണം. മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചുള്ള ആക്രമണത്തിനിടെ ഹൂതികളും ഇസ്രയേലിനെതിരെ ആക്രമണം തുടരുകയാണ്. ജോർദാനും ഇറാഖും ലെബനനും വ്യോമാതിർത്തി അടച്ചു. സംഘർഷം രൂക്ഷമായതോടെ ഐക്യരാഷ്ട്രസഭ അടിയന്തര യോഗം വിളിച്ചു. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് പി ജെയിംസ് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പി ജെയിംസ്, അമേരിക്കയുടെ മുന്നറിയിപ്പുണ്ടായിരുന്നുവല്ലോ, അതിന് തൊട്ടു പിന്നാലെ ആക്രമണം. ഇത് പശ്ചിമേഷ്യയിലെ സ്ഥിതി എത്രത്തോളം രൂക്ഷമാക്കും? പി ജെയിംസ്. ഉന്മേഷ്, ഇത് വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോവുകയാണ്. പശ്ചിമേഷ്യയിലെ കാര്യങ്ങൾ പ്രത്യേകിച്ച് വളരെ അപ്രതീക്ഷിതമായിട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇസ്രായേലിലേക്ക് നേരിട്ട് ആക്രമണം നടത്തിയിരിക്കുകയാണ് ഇറാൻ. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ സർവ്വസന്നാഹങ്ങളുമായി നിന്നതുകൊണ്ട് ഒരു പക്ഷേ അവിടെ ആൾനാശമുണ്ടായില്ല. 200-ലേറെ ഡ്രോണുകളും മിസൈലുകളുമാണ് അയച്ചത്. ആ ആക്രമണത്തിൽ നിരവധി സ്ഥലങ്ങളിൽ വെച്ച് അയൺ ഡോമുകൾ ഉപയോഗിച്ച് രക്ഷാകവചം തീർത്താണ് ഇസ്രായേൽ ഈ ആക്രമണത്തിൽ രക്ഷപ്പെട്ടത്. പുലർച്ചെ 2 മണിയോടെ ഇസ്രായേലിൻ്റെ ആകാശങ്ങളിൽ മുഴുവൻ തീഗോളങ്ങൾ നിറയുകയായിരുന്നു. സ്വാഭാവികമായിട്ടും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊരു ആക്രമണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷയെങ്കിലും ഇത്രയും വൻതോതിൽ 200 ഡ്രോണുകളും മിസൈലുകളുമായി വരുമെന്ന് പ്രതീക്ഷയില്ല. ഓട്ടപ്പാച്ചിലിനിടയിൽ ചിലർക്ക് പരിക്കേറ്റിട്ടുണ്ട്, പക്ഷേ മരണസംഖ്യ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഏതായാലും ഹോർമോസ് കടലിടുക്കിന് സമീപത്ത് നിന്ന് ഇസ്രായേൽ ബന്ധമുള്ള ഒരു ചരക്ക് കപ്പൽ ഇറാൻ്റെ നാവികസേന തട്ടിയെടുത്ത് കൊണ്ടുപോയതിൻ്റെ തൊട്ടുപിറകെ തന്നെയാണ് ഈ ആക്രമണം ഉണ്ടായത്. അപ്പം കരയിൽ നിന്നും കടലിൽ നിന്നും ആക്രമണം നടക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഇസ്രായേലിൻ്റെ അടിയന്തര യുദ്ധകാര്യ ക്യാബിനറ്റ് ചേർന്നിരുന്നു. 3 അംഗ സമിതിയെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, അതുപോലെ തന്നെ അതിൻ്റെ യുദ്ധകാര്യമന്ത്രി ബെന്നി ഗാൻസ്, 3 അംഗ സമിതി എന്ത് ചെയ്യണം, പ്രത്യാക്രമണം നടത്തുന്നത് സംബന്ധിച്ചുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ഇറാനിലേക്ക് നേരിട്ട് ആക്രമണം നടത്തും എന്നുള്ള വാർത്തകളാണ് വരുന്നത്. ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാവുമെന്ന സൂചനകൾ പുറത്തു വരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായിട്ട് അടിയന്തരമായി ടെലിഫോൺ സന്ദേശം കൈമാറി. അമേരിക്ക നേരിട്ട് ഇതിൽ ഇടപെടില്ല, പക്ഷേ എല്ലാവിധ പിന്തുണയും ആയുധങ്ങളും നൽകുമെന്ന് ഇസ്രായേലിനെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് ഇസ്രായേലിന് പിന്തുണയുമായി അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങൾ, കാനഡയുടെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ രംഗത്തിറങ്ങിയിട്ടുണ്ട് ഇസ്രായേലിന് പിന്തുണയുമായി. അതേസമയം തന്നെ മറുപക്ഷത്ത് പ്രധാനപ്പെട്ട സംഘടനകളായിട്ടുള്ള ഹമാസ്, ഹെസ്ബുള്ള, ഹൂതികളൊക്കെ ഇറാന് വേണ്ടി പൊരുതാൻ തയ്യാറായി നിൽപ്പുണ്ട്. ജോർദൻ, അറബ് രാജ്യങ്ങൾ പലരും പല അഭിപ്രായത്തിലാണ്. ഇറാനുമായിട്ട് ബന്ധമില്ലാത്ത സൗദി അറേബ്യയും UAE-യും മൗനം പാലിക്കുകയാണ്. എന്തായാലും പശ്ചിമേഷ്യയിൽ വല്ലാത്ത ഒരു സംഘർഷം ഉരുണ്ടുകൂടുന്നതിൻ്റെ ലക്ഷണമാണ് കാണുന്നത്. ഉന്മേഷ്, ഒരു കാര്യം കൂടിയുള്ളത്, നമ്മുടെ ഈ ചരക്ക് കപ്പലിൽ 25 ജീവനക്കാരിൽ 17 പേർ ഇന്ത്യക്കാരാണ്. അതിൽ 3 പേർ മലയാളികളാണ്. അവരെ രക്ഷപ്പെടുത്താനുള്ള ദൗത്യം ഇന്ത്യൻ സർക്കാർ ഏറ്റെടുത്ത് ഇറാനുമായി ചർച്ച നടത്തി വരികയാണ്. വല്ലാത്ത ആശങ്കയുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കൂടി നടക്കുന്നുണ്ട്. തട്ടിയെടുത്ത കപ്പൽ ഇറാനിലേക്ക് കൊണ്ടുപോയി എന്ന വാർത്തകൾ കൂടി വരുന്നു. ഉന്മേഷ്, ശരി. പി ജെയിംസ് ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.